ഈ ഒരു നടത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടേക്കല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് ചാക്കോച്ചിനെ പിക്ക് ചെയ്യാൻ പോകണത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചി ഒരാഴ്ചത്തെ ലീവ് കഴിഞ്ഞിട്ട് വരാണ്. അപ്പോൾ ഷാർജ എയർപോർട്ടിലാണ് വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈവനിങ് തന്നെ അവനെ പിക്ക് ചെയ്യാൻ പോയിട്ടാ. ഷാർജ എയർപോർട്ട് ആയതുകൊണ്ട് ആ ഒരു റൂട്ടൊക്കെ ചെറിയ രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവൻ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് കോളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ അടുത്ത് തന്നെ കിട്ടി ഞങ്ങൾക്ക്. ഇതേ നിൽക്കുന്നു പെട്ടിയൊക്കെ പിടിച്ചിട്ട്. അങ്ങനെ പെട്ടിയൊക്കെ പിടിച്ചതേ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടാ. അങ്ങനെ റൂമിലേക്ക് എത്തിയത് ഇതേ ലിഫ്റ്റിൽ കയറി ഇതേ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടി പൊട്ടിക്കലാണല്ലോ. എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ അവരാർ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിപ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും എനിക്കും ഉണ്ടായിരുന്ന പോലെ കുറച്ച് ചെറു സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ പിള്ളേരുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാവരും കൂടി തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് ചെറുതായിട്ട് വിശപ്പിൻ്റെ ചെറിയൊരു വിളി വന്നു. അപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഷവർമയും ഫ്രഷ് മിൽക്കും കുടിച്ചുട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവന്മാരാണെങ്കിൽ കരാമയ്ക്കും ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് റൂമിലേക്കും പോവാണ്. അപ്പോൾ അവരോട് ഒരു ടാക്സിയിൽ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാനും ചാക്കോഞ്ചി തിരിച്ച് റൂമിൽ പോയിട്ടാ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ബൈ.